കാസർഗോഡ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചു. കോവിഡ് വ്യാപനം കാരണമാണ് തീരുമാനമെന്ന വിചിത്ര വിശദീകരണമാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നത്. ഈ മാസം 24 വരെയുള്ള എല്ലാ ടെസ്റ്റുകളും റദ്ദാക്കിയതായാണ് അറിയിപ്പ്. എന്നാൽ സാങ്കേതിക പിഴവാണെന്നാണ് MVDയുടെ വിശദീകരണം. ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ പരിഷ്കരണത്തിൽ സംസ്ഥാനത്തെമ്പാടുമുള്ള പ്രതിഷേധത്തിനിടെയാണ് കാസർകോട്ടെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഈ മാസം 24 വരെയുള്ള എല്ലാ ടെസ്റ്റുകളും റദ്ദാക്കിയതായുള്ള അറിയിപ്പ്. ടെസ്റ്റിനായി തയ്യാറെടുത്തവരുടെ മൊബൈൽ ഫോണിലേക്ക് നേരിട്ട് സന്ദേശം എത്തുകയായിരുന്നു. COVID-19 പേരും പറഞ്ഞ് മെയ് 24 വരെയുള്ള എല്ലാ ടെസ്റ്റ് ഡേറ്റുകളും അത് 3 മാസം 4 മാസം മുമ്പ് എടുത്ത അപ്പോയിൻമെൻറ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള മെസ്സേജാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതും കോവിഡ്-19 കഴിഞ്ഞിട്ട് 2 വർഷമായി എന്നുള്ള എല്ലാവർക്കും അറിയാം. എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വന്ന മെസ്സേജുകളാണ്, ആ പ്രിൻ്റ് ഔട്ടാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് അനിശ്ചിതകാല പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നുള്ളത്. ഇത് തുടരും. കോവിഡിന് ശേഷം കാസർഗോഡ് എല്ലാ മേഖലയിലും എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിലുടെയും ജനങ്ങളെ. ഇപ്പോൾ ഒരു ലൈസൻസ് എടുക്കാൻ ഒരാൾ ഗൾഫിൽ നിന്ന് വരികയാണെങ്കിൽ 3 മാസം 2 മാസം ലീവിൽ വരുന്നത്, അവർക്ക് ലൈസൻസ് കിട്ടി. അപ്പോൾ എൻ്റെ മുമ്പിലുള്ള പേപ്പർ കണ്ടില്ലേ, ഇത്രയും ദ്രോഹമാണ്. 6 മാസം കഴിയണം. തൊട്ടടുത്ത കർണാടകയിൽ പോയി 45 ദിവസത്തെ ലൈസൻസ് കരസ്ഥമാക്കുന്നുണ്ട്. പുതിയ പരിഷ്കരണത്തിന്റെ ഭാഗമാണിതെന്നും കോവിഡ് കാരണമാണ് ടെസ്റ്റുകൾ റദ്ദാക്കിയതെന്ന മൊബൈൽ സന്ദേശം ശരിയാണെന്നും RTO റിപ്പോർട്ടറിനോട് പറഞ്ഞു. NICന്റെ കോമൺ മെസ്സേജ് അത് എല്ലാ സ്ഥലത്തും ചെയ്തപ്പോഴും അങ്ങനെ തന്നെയാണ് വരുന്നത്. കോവിഡിന്റെ മെസ്സേജ് അത് ടോട്ടൽ കേരളത്തിൽ മൊത്തം അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കോവിഡിന്റെ സമയത്ത് സെറ്റ് ചെയ്തതാ. ഒരു ടെസ്റ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ അങ്ങനെയാണ് മെസ്സേജ് പോകുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. ലൈസൻസ് ലഭിക്കാൻ കാലതാമസം എടുക്കുന്നതിനാൽ കർണാടകയിലേക്ക് പോകാനും ആളുകൾ നിർബന്ധിതരാകുന്നു. ഈ മാസം 24 വരെ ടെസ്റ്റുകൾ നിർത്തിവച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് പഠിതാക്കളും ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരും അറിയിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ അർജുൻ ഹേമ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.